പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്നു വന്ന് മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ തങ്കത്തിരുവചനങ്ങളെ രുചിക്കുവാനും ഭുജിക്കുവാനും അവസരവും കരുണയും കരുതലും തന്ന നല്ലവനായ പൊന്നുതമ്പുരാനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്ന് ഈ നാളുകളിൽ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഏതെല്ലാം തലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണല്ലോ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ എല്ലാ സത്യത്തിലും വഴി നടത്തുന്നു എന്നൊരു ചിന്ത കേട്ടത് നിങ്ങൾ മറന്നു കാണില്ല എന്ന് വിചാരിക്കട്ടെ. അതിനോട് ചേർത്ത് ഇങ്ങനെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നമുക്ക് വിടുതലും സ്വാതന്ത്ര്യവും നൽകുന്ന ആത്മാവാണ്. കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനം. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതം സ്വതന്ത്രമാകുന്നത് പരിശുദ്ധാത്മാവ് വ്യക്തിയിൽ വസിച്ച് ആ വ്യക്തിയെ നയിക്കുമ്പോഴാണ്. ലോകത്ത് ഒരുപാട് തരം അടിമത്വങ്ങൾ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. പലപ്പോഴും മനുഷ്യന് ജീവിതത്തിൽ അങ്ങനെയൊരു അടിമത്വ മനോഭാവമുണ്ടെന്ന് പോലും തോന്നിപ്പോകുന്നുണ്ട്. മനുഷ്യൻ അവരിൽ തന്നെ ചില മനുഷ്യർക്ക് അടിമകളായി സമർപ്പിച്ചു കൊടുക്കുന്ന അനുഭവമുണ്ട്. അതോടൊപ്പം തന്നെ ചില ശീലങ്ങൾക്ക് അടിമകളായി തീരുന്ന ആളുകൾ സമൂഹത്തിൽ ഒരുപാടുണ്ട്. ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ മനുഷ്യൻ അടിമത്വത്തിന് സ്വയം കീഴടങ്ങിപ്പോവുകയാണ്. അതുപോലെ തന്നെ ചില പാപസുഖങ്ങൾക്ക് മനുഷ്യൻ തങ്ങളെ തന്നെ അടിയറ വയ്ക്കുകയാണ്. ചില ദുഷ്ട കാഴ്ചപ്പാടുകൾക്ക് മനുഷ്യർ അവരെ അടിയറ വയ്ക്കുകയാണ്. എന്നാൽ സകല അടിമത്വത്തിൻ്റെയും അടിമനുഖം ഒടിച്ച് മനുഷ്യനെ വിടുവെച്ച് പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നടത്തുവാൻ ദൈവമായ കർത്താവ് ആവിഷ്കരിച്ച രക്ഷാപദ്ധതി പ്രകാരം കർത്താവായ യേശുമിശിഹ കാൽവരി ക്രൂശിൽ സാധിപ്പിച്ച പരമയാഗം മൂലമുള്ള രക്ഷമുഖാന്തിരം പാപി വിടുവിക്കപ്പെട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലെത്തുന്നു. ആ വ്യക്തിയെ സ്വാതന്ത്ര്യത്തിൽ നിലനിർത്തുന്നത് ആ വ്യക്തിയിൽ വാസം കൊള്ളുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവം ആത്മാവാകുന്നു, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം ഒരു വ്യക്തി അനുഭവിക്കുന്നത് ആത്മാവുള്ളിലുള്ള അനുഭവത്തിലെത്തുമ്പോഴാണ്. പഴയ നിയമ ഇസ്രായേലിനെ സംബന്ധിച്ച്, യഹൂദന്മാരെ സംബന്ധിച്ച് അവർ ന്യായപ്രമാണത്തിൻ്റെ അടിമകളായിരുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യാഖ്യാനിക്കുന്നുണ്ട്. ന്യായപ്രമാണം ആരെയും രക്ഷിക്കുന്നില്ല എന്നുകൂടെ അപ്പോസ്തലനായ പൗലോസ് വ്യാഖ്യാനിച്ചു വയ്ക്കുന്നുണ്ട്. കാരണം ആർക്കും പാലിക്കാൻ കഴിയാത്ത നിയമസംഹിതകളായിട്ടാണ് ന്യായപ്രമാണ വ്യാഖ്യാതാക്കൾ അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നു വച്ചത്. 613 അനുവാദക നിഷേധകങ്ങളുള്ള വലിയ ഒരു നിയമസംഹിതയായി അവർ ന്യായപ്രമാണത്തെ വളർത്തി വലുതാക്കി. അത് പാലിക്കണമെന്ന് സകല ജനത്തോടും കർശനമായി അവർ പറഞ്ഞു വച്ചു. എന്നാൽ അത് പാലിക്കാത്തവരൊക്കെ ശിക്ഷിക്കപ്പെടുമെന്നും നശിച്ചു പോകുമെന്നും അവർ പഠിപ്പിച്ചു. ആർക്കും പാലിക്കാൻ കഴിയാത്തത് പാലിച്ചേ മതിയാകൂ എന്ന് പറയുകയും പാലിച്ചില്ലെങ്കിൽ നശിച്ചു പോകുമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് സത്യത്തിൽ വലിയ അടിമത്വത്തിൻ്റെ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് സ്നേഹപ്രമാണത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് മാനവകുലത്തെ വിളിച്ചു വേർതിരിക്കുവാൻ പിതാവാം ദൈവത്തിൻ്റെ നിയോഗപ്രകാരം പുത്രൻ തമ്പുരാൻ ഭൂമിയിലിറങ്ങി വന്ന് കാൽവരി ക്രൂശിലെ പരമയാഗത്താൽ മാനവകുലത്തിൻ്റെ ശിക്ഷ മാറ്റിക്കളഞ്ഞ് ന്യായപ്രമാണം മൂലമുള്ള ശാപം നീക്കിക്കളഞ്ഞ് സ്നേഹത്താലുള്ള വിടുതൽ പ്രഖ്യാപിച്ചപ്പോൾ സത്യത്തിൽ സ്വാതന്ത്ര്യം എന്തെന്ന് മാനവകുലത്തിന് അനുഭവവേദ്യമായി മാറുകയാണ്. ദൈവത്തിൻ്റെ കരുതൽ എത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ. ഈ സ്വാതന്ത്ര്യം ഒരു വ്യക്തി അനുഭവിച്ച് അതിൽ നിലനിൽക്കണമെങ്കിൽ ആത്മനടത്തിപ്പുണ്ടാകണം. എന്നിട്ട് പിന്നെയും ഇന്ന് പലരും അടിമത്വത്തിൽ കുടുങ്ങിപ്പോവുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്ന ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ,
കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ പിന്നെയും നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകുന്നതെങ്ങനെ? ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയവനാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടും പിന്നെയും നിങ്ങൾ പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ അടിമത്വത്തിൽ കുടുങ്ങിക്കിടക്കുന്നതെന്ത്? പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്, പൈശാചികൻ്റെ അടിമത്വത്തിൽ നിന്ന്, മരണത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്, നരകത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു മോചനം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ മോചനവും വിടുതലും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നാം അനുഭവിക്കുന്നു. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരും അടിമനുഖത്തിന് കീഴിൽ തന്നെ ജീവിതം കഴിച്ചു കൂട്ടുകയാണ്. ഭയത്തിൻ്റെ അടിമത്വത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ കഴിഞ്ഞ നാളുകളിൽ അച്ഛനെ കാണുവാനിട വന്നിട്ടുണ്ട്. ഭയത്തിൻ്റെ അടിമത്വത്തിൽ പിടിക്കപ്പെട്ടവർ. അകാരണമായ ഭയമാണ് ഇന്ന് പലരെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് അവർ അന്ധമായ കുറേ കാഴ്ചപ്പാടുകൾക്ക് അവരെ തന്നെ അടിയറ വച്ചിരിക്കുകയാണ്. കുറേ കെട്ടുകഥകളും അതിൻ്റെ ഉപകഥകളുമൊക്കെയായി കുറേ ആളുകൾ അരങ്ങു വാഴുമ്പോൾ അവർ പറയുന്ന കെട്ടുകഥകളൊക്കെ യാഥാർത്ഥ്യങ്ങളാണെന്ന് ചിന്തിച്ചും വശായി അതിൻ്റെ പിടിയിൽ അമർന്ന് ഭയത്തിൻ്റെ അടിമത്വത്തിൽ കിടക്കുന്ന ഒരുപാട് പേരെ കാണുവാനിട വന്നിട്ടുണ്ട്. അങ്ങനെ അടിമത്വത്തിൽ പിടിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ചിലർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ചിലർക്ക് സ്വസ്ഥമായി ഇരിക്കാൻ കഴിയുന്നില്ല, ചിലർക്ക് ശാന്തമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ചിലർക്ക് നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ആശങ്കയാണ്, ഈ രാത്രി എന്ത് സംഭവിക്കുമെന്ന ആശങ്കയാണ്. ആശങ്ക പരിധിക്കപ്പുറം എത്തിക്കഴിയുമ്പോൾ അവർക്ക് ഉറക്കം നഷ്ടപ്പെടുകയാണ്. അവരാകെ അസ്വസ്ഥരായി ഉലഞ്ഞു പോവുകയാണ്. ഈ ഉലച്ചിലുകൾക്കെല്ലാം കാരണം നിശ്ചയമായിട്ടും അവർ ദൈവാത്മാവിൻ്റെ പരിപാലനത്തിലല്ലാത്തത് കൊണ്ടാണ്. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഭയത്തിൻ്റെ പിടിയിലമർന്നവരും സ്വസ്ഥത നഷ്ടപ്പെട്ടവരും ഉറക്കം നഷ്ടപ്പെട്ടവരുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ആളുകളോട് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ തീക്ഷ്ണമായി പറയുന്നു, പ്രിയ കുഞ്ഞ്, നിൻ്റെ ജീവിതത്തിൻ്റെ ഈ ഭയം മാറ്റുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ ഉള്ളത്തിൽ വസിക്കേണ്ടത്. എനിക്ക് ഭയമാണ് എന്നൊരാൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ ആ വ്യക്തി പറയുന്നത് എന്താണെന്നറിയാമോ? എന്നിൽ ദൈവാത്മാവിൻ്റെ നടത്തിപ്പില്ല, എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുന്നില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞ് സ്വയം ദൈവമില്ലാത്തവരാക്കി മാറ്റരുത്. മറിച്ച് എന്ത് പറയണം? എനിക്കെൻ്റെ ദൈവമുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് എനിക്കൊന്നിനെയും ഭയമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നാം എത്തണം. അതുകൊണ്ടാണ് ദാവീദ് മഹാരാജാവ് 23-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ പാടിയത്, മരണനിഴലിൻ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ കർത്താവേ, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ആ ഉറപ്പാണ് ദൈവമക്കൾക്കുണ്ടാകേണ്ടത്. അതുണ്ടാകുന്നത് ദൈവാത്മാവ് ഉള്ളിലുണ്ട് എന്ന ആ ഒരു അനുഭവത്തിൽ ദൈവമക്കൾ എത്തുമ്പോഴാണ്. അതിന് പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് ഈ അനുഭവം സാധ്യമാകില്ല, അനുഭവവേദ്യമാകില്ല. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. അതുകൊണ്ട് ഭൂമി അങ്ങ് മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് വീണ്ടും പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ലെന്ന് സങ്കീർത്തകൻ 46-ാം സങ്കീർത്തനത്തിൽ പാടുന്നതിൻ്റെ കാരണം ദൈവാത്മാവിൻ്റെ പരിപാലനം അനുഭവിച്ചതുകൊണ്ടാണ്. എനിക്ക് ഭയമാണെന്ന് നിരന്തരം പറയുന്നവർക്ക് ഈ ദൈവപരിപാലനം അനുഭവിക്കാൻ കഴിയുന്നില്ല, അതിലവർ പരാജയപ്പെടുന്നു എന്നാണ് തിരിച്ചറിയേണ്ടത്. ഉള്ളിൽ ദൈവാത്മാവുള്ളവർ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതില്ല. ധൈര്യം പകരുന്ന ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ഭയത്തിൻ്റെ അടിമത്വത്തിൽ കിടക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ ഇന്ന് വിടുതൽ സംഭവിക്കണം. ഇന്ന് ആളുകൾക്ക് അനാവശ്യമായ പേടിയാണ്. കാളിയെ പേടി, കൂളിയെ പേടി, ഗുളികനെ പേടി, വരത്തുപോക്കിനെ പേടി, പ്രിയപ്പെട്ടവരെ കിടക്കുന്ന വീടിനെ പേടി, അതുപോലെ തന്നെ കിടക്കുന്ന ഭൂമിയെ പേടി, വഴി നടക്കുന്ന വഴിയെ പേടി, പ്രിയപ്പെട്ടവരെ മൊത്തം പേടി. അന്ധവിശ്വാസത്തിൽ ഇങ്ങനെ മനുഷ്യൻ ബന്ധിതരായി അടിമകളായി കഴിച്ചു കൂട്ടരുത്. ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നമ്മുടെ മേൽ അടിമത്വത്തിന് ഇടമില്ലെന്നറിയണം. നാം തിരുത്തപ്പെടണമെന്ന് ദൈവാത്മാവ് ഇന്ന് നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഭയത്തിൻ്റെ അടിമത്വത്തിൽ ഇനിയും കുടുങ്ങിക്കിടക്കരുത്. അതുപോലെ തന്നെ ഇന്ന് അനേകം ആളുകൾ വിവിധങ്ങളായ പാപങ്ങളുടെ അടിമത്വത്തിൽ പെട്ടുകിടക്കുകയാണ്. അഡിക്ഷൻ എന്നൊരു വാക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണല്ലോ. മയക്കുമരുന്നിൽ അഡിക്ഷൻ സംഭവിച്ചവർ,
മദ്യപാനത്തിൽ അഡിക്ഷൻ സംഭവിച്ചവർ, പുകയില ഉൽപ്പന്നങ്ങളിൽ അഡിക്ഷൻ സംഭവിച്ചവർ, പുകവലിയിൽ അഡിക്ഷൻ സംഭവിച്ചവർ, അതുപോലെ തന്നെ ലൈംഗിക വൃത്തികളിൽ, വേശ്യാവൃത്തികളിൽ അഡിക്ഷൻ സംഭവിച്ചവർ, അവർക്ക് അത് തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ധ്യാനമാണ്, ചിന്തയാണ്, ആശയാണ്, ആസക്തിയാണ്. അതിലവർ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അതില്ലാതെ അവരുടെ ജീവിതത്തിന് അർത്ഥമില്ലെന്ന നിലയിൽ അവർ എത്തിപ്പെട്ടിരിക്കുകയാണ്. അടിമത്വമാണ് പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ടാണ് മനുഷ്യനിങ്ങനെ അടിമയായി പോകുന്നത്? ദൈവാത്മാവിൻ്റെ പരിപാലനമില്ലാതെ വരുന്നവരൊക്കെയാണ് പാപത്തിൻ്റെ അടിമകളായി പോകുന്നത്. മദ്യപാനത്തിൻ്റെ അടിമകളായി തീർന്നിട്ടുള്ള ആളുകൾ അതിൽ എന്തുമാത്രം യൗവനക്കാരാണുള്ളത്, എന്തുമാത്രം കുടുംബസ്ഥരായ മനുഷ്യരാണുള്ളത്. അവരവരുടെ സുഖങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുകയാണ്. അവർ മറ്റുള്ളവരുടെ വേദനകളൊന്നും കാണുന്നില്ല. അവരുടെ പങ്കാളിയുടെയോ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ കൂടപ്പിറപ്പുകളുടെയോ മക്കളുടെയോ കണ്ണുനീരും നൊമ്പരവും അവർ കാണുന്നില്ല. ഒരു പ്രത്യേക അടിമത്വത്തിൽ അവർ പെട്ടുപോയിരിക്കുകയാണ്. ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിലൂടെ പലരെയും രക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥമായും ഒരാൾ വിടുതൽ പ്രാപിക്കണമെങ്കിൽ വാസ്തവമായും ദൈവാത്മാവ് ആ വ്യക്തിയുടെ ഉള്ളത്തിൽ വരണം. അച്ഛന് പരിചയമുള്ള ഒരാൾ കൊടിയ മദ്യപാനിയായിരുന്നു. അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് മാരകമായി ഉപയോഗിക്കുന്നയാളായിരുന്നു. അതിൻ്റെ ആധിക്യത്തിൽ അയാളുടെ മനോനില തെറ്റിയിട്ട് 2 or 3 പ്രാവശ്യം അയാളെ മെൻ്റൽ വാർഡിലെ സെല്ലിലടയ്ക്കുവാനിടയായി. 10 or 15 ദിവസങ്ങളിലധികം ആ മെൻ്റൽ വാർഡിലെ സെല്ലിൽ അയാൾ ബന്ധിതനായി കിടന്നു. അത്രയ്ക്ക് വയലൻ്റ് ആയിരുന്നു അയാൾ. അയാൾക്ക് ഇഞ്ചക്ഷൻ കൊടുത്തും ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തും വളരെ നാളുകൾ കൊണ്ടാണ് അയാളെ നോർമൽ മൂഡിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ ഏറെ നാൾ കഴിഞ്ഞില്ല. അനുകൂലമായ മറ്റൊരു സാഹചര്യം കിട്ടിയപ്പോൾ, കൂട്ടുകാർ അതിന് പ്രേരിപ്പിച്ചപ്പോൾ അയാൾ വീണ്ടും തൻ്റെ പാപസുഖത്തിലേക്ക് മടങ്ങിപ്പോയി. എന്തുകൊണ്ടെന്നാൽ അയാൾക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടിയെങ്കിലും ദൈവാത്മാവിൻ്റെ പരിപാലനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ 3 വട്ടമെങ്കിലും മെൻ്റൽ വാർഡിൽ അടയ്ക്കപ്പെട്ട, ചങ്ങലയാൽ പൂട്ടപ്പെട്ട് ചികിത്സിക്കപ്പെട്ട ഈ മനുഷ്യന് പിന്നീട് വലിയ വിടുതൽ കിട്ടി, പൂർണ്ണമോചനം കിട്ടി. അതെങ്ങനെയെന്ന് വെച്ചാൽ അത് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നില്ല. ആ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് കയറി. ആ മനുഷ്യന് വേണ്ടി അനേകർ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആ മനുഷ്യൻ്റെ ഉള്ളിൽ വലിയ ചില പരിജ്ഞാനത്തിൻ്റെ ബോധ്യങ്ങൾ കൊടുത്തു. ആ മനുഷ്യൻ്റെ 10 വയസ്സുള്ള കുഞ്ഞ് ഒരു ദിവസം നിറകണ്ണോടെ അതിരാവിലെ അപ്പനോട് പറഞ്ഞു, അപ്പനോട് കൂടെ സ്വർഗത്തിൽ പോകണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്, അതെൻ്റെ കൊതിയാണ്. എൻ്റെ അപ്പൻ നരകത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് നടക്കരുത്, അപ്പൻ അനുഭവിക്കണം. ആ മനുഷ്യൻ്റെ ഉള്ളു വല്ലാതെ ഉലഞ്ഞുപോയി. മുതിർന്ന മനുഷ്യരും പള്ളിയിലെ അച്ഛന്മാരും ഉപദേശിമാരും ഒക്കെ ഒരുപാട് വട്ടം ഇതേ വാക്ക് പറഞ്ഞിട്ടും ഉള്ളിലൊരു മുറിവും തോന്നാത്ത മനുഷ്യന് 10 വയസ്സുള്ള തൻ്റെ മകൻ്റെ കണ്ണുനീര് അണിഞ്ഞ മുഖത്തോടു കൂടിയുള്ള ആ വാക്കുകൾ ഹൃദയത്തിൽ തട്ടി. ആ മനുഷ്യൻ തല കുമ്പിട്ട് ഏറെ നേരം ഇരുന്നു. അത് മണിക്കൂറുകൾ നീണ്ട ഇരിപ്പായിരുന്നു. ആ സമയത്തിനുള്ളിൽ ദൈവാത്മാവ് അയാളുടെ ഉള്ളത്തിൽ കൂടുകൂട്ടി. ആ ദൈവത്തിൻ്റെ ആത്മാവ് അയാളുടെ ഉള്ളിൽ ആ കുഞ്ഞിനോടുള്ള സ്നേഹം നിറച്ചു, ആ കുടുംബത്തോടുള്ള സ്നേഹം നിറച്ചു. താൻ വിറ്റ് നശിപ്പിച്ച സ്വത്തിനെക്കുറിച്ച് അയാൾ ഓർത്തു, തൻ്റെ മക്കൾക്ക് വരുത്തിയ നഷ്ടങ്ങളെക്കുറിച്ച് അയാൾ ഓർത്തു, തൻ്റെ പങ്കാളിക്കുണ്ടായ മുറിവിനെക്കുറിച്ച് അയാൾ ഓർത്തു. ആ മനുഷ്യൻ ആരും പ്രേരിപ്പിക്കാതെ എഴുന്നേറ്റ് ദൈവാലയത്തിലേക്ക് നടന്നു. എന്നിട്ട് പുരോഹിതനോട് പറഞ്ഞു, അച്ഛാ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. പ്രിയപ്പെട്ടവരെ, എനിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന മനുഷ്യൻ പുരോഹിതനോട് പറയുവാൻ ചെന്നപ്പോൾ അയാൾ ധരിച്ചിട്ടുള്ളത് ഒരു കച്ചത്തോർത്ത് മാത്രമാണ്. ഷർട്ട് ഇട്ടിട്ടില്ല, വെള്ളമുണ്ടുടുത്തിട്ടില്ല. ആ മനുഷ്യന് ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊന്നുമില്ല. അങ്ങനെ വസ്ത്രം വേണമെന്നൊരു ചിന്ത പോലും അയാൾക്കുണ്ടായിരുന്നില്ല. ഒരു കച്ചത്തോർത്ത് മാത്രം ഉടുത്ത് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ഷാപ്പിൽ കയറി, അടുത്ത ഷാപ്പിൽ കയറി മൂക്കുമുട്ടെ കുടിച്ച് റോഡരികിലോ തെരുവിലോ കിടന്നുറങ്ങുന്ന ആ മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനൊരു വിചാരമുണ്ടായിരുന്നില്ല. അപ്പോഴച്ഛൻ പറഞ്ഞു, സഹോദരനൊരു കാര്യം ചെയ്യ്, നന്നായിട്ടൊന്ന് കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ചു വാ. ആ മനുഷ്യൻ കുറച്ചു നേരം അച്ഛൻ്റെ മുഖത്ത് നോക്കി നിന്നിട്ട് പറഞ്ഞു, അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടച്ചാ, പക്ഷേ കുളിക്കാം, മാറി ഉടുക്കാൻ എനിക്ക് വസ്ത്രമില്ല. കേട്ടുകൊണ്ട് നിന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ വസ്ത്രം അലക്കി തേച്ച് വെച്ചത് ഈ മനുഷ്യന് കൊടുത്തു. കുളിച്ച ആ വസ്ത്രം ധരിച്ച അയാൾ കുമ്പസാര പിതാവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി. അയാൾ കുമ്പസാരത്തിന് മുട്ടുമടക്കിയപ്പോൾ ദൈവാത്മാവാണ് അയാളെ നയിക്കുന്നത്, അനുതാപത്തിലേക്ക് നയിക്കുന്നത്, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്. 3 പ്രാവശ്യത്തെ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിനും മെൻ്റൽ വാർഡിലെ ട്രീറ്റ്മെൻറ്റിനും വിടുവിക്കാൻ കഴിയാതെ പോയ മനുഷ്യനെ
ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലിലൂടെ കണ്ണുനീരിൽ അയാൾ മുങ്ങി കുളിക്കുകയാണ്. അയാൾ മുട്ടുകുത്തി ഇരുന്ന സ്ഥലം കണ്ണുനീർ കയമായി മാറി. വലിയ വായിൽ അയാൾ നിലവിളിച്ചു. തൻ്റെ പാപങ്ങൾ മുഴുവനും അയാൾ ഏറ്റു പറഞ്ഞു. എന്നിട്ട് ദൈവത്തോട് അയാൾ പറഞ്ഞു, ഞാൻ ഇവിടെ വെച്ച് ടേൺ ചെയ്യുകയാണ്. എൻ്റെ ജീവിതം പുതിയ ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. എൻ്റെ തെറ്റുകളെല്ലാം ഞാൻ തിരുത്തുകയാണ്. ദൈവാത്മാവിൻ്റെ ഇടപെടലായിരുന്നു. ആ മനുഷ്യന് വലിയ വിടുതലുണ്ടായി. ആ മനുഷ്യന് ആരും ചിന്തിക്കാത്ത മാറ്റമുണ്ടായി. പിന്നെ ആ മനുഷ്യനെ കണ്ടവർക്കൊക്കെ വലിയ ആശ്ചര്യമായിരുന്നു. ഇന്നലെ വരെ ഭ്രാന്തനെ പോലെ തെരുവിൽ അലഞ്ഞു നടന്നൊരു മനുഷ്യൻ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് തലമുടിയൊക്കെ വെട്ടി ചീകി ഒതുക്കി വളരെ സുന്ദരനായി താടിമീശകളൊക്കെ വടിച്ച് വൃത്തിയായി നടക്കുന്നു, നിരന്തരം പ്രാർത്ഥിക്കുന്നു, വേദപുസ്തകം ധ്യാനിക്കുന്നു. ഈ മനുഷ്യനെ കണ്ട് ആളുകൾ അമ്പരന്നു. വലിയ ഒരടിമത്വത്തിൽ നിന്ന് ആ മനുഷ്യൻ വിടുവിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, പിശാച് മനുഷ്യൻ്റെ മേൽ കെട്ടിവച്ചിരുന്ന പാപസുഖത്തിൻ്റെ അടിമത്വത്തിൻ്റെ നുകം ഒടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ആരെങ്കിലും സമാനമായ അടിമത്വത്തിൽപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് ആ വലിയ പാഠം നിങ്ങളുടെ ഹൃദയത്തെ മഥിക്കട്ടെ. മാറ്റവും മാനസാന്തരവും ഉണ്ടാകുവാൻ ബുദ്ധിയുടെ പ്രമാണം കൊണ്ടോ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടോ സാധിക്കില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണം. ഒരു നല്ല പാഠം കൂടെ അതോട് ചേർത്ത് പറയട്ടെ. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാരെങ്കിലും ഇത്തരമുള്ള പാപത്തിൻ്റെ പിടിയിലമർന്ന് നാശത്തിലേക്ക് നടന്നു നീങ്ങുന്നുവെങ്കിൽ നിങ്ങളവരെ ശപിക്കുകയല്ല വേണ്ടത്. വാതുറക്കുമ്പോഴെല്ലാം അവരെ ശപിച്ചും കുറ്റപ്പെടുത്തിയും സംസാരിക്കുകയല്ല വേണ്ടത്. കുടുംബദോഷിയെന്നും നാശയോഗ്യനെന്നും അവരെക്കുറിച്ച് പ്രാവുകയല്ല വേണ്ടത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി നിറകണ്ണോടെ അവർക്ക് വേണ്ടി തമ്പുരാനോട് ഉള്ളുരുകി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ നിശ്ചയം ദൈവാത്മാവ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടും. പാപത്തിൻ്റെ അടിമത്വത്തിൽ പെട്ടുകിടക്കുന്നവരുടെ പ്രിയപ്പെട്ടവരോടാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കുക, കണ്ണുനീരണിഞ്ഞ് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, മനസമർപ്പണത്തോടെ പ്രാർത്ഥിക്കുക, പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക, പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുക. ദൈവാത്മാവ് ഇടപെടും. നിശ്ചയമായിട്ടും ഉത്തരം കിട്ടും. പ്രിയപ്പെട്ടവരെ, ചില ആളുകളെങ്കിലും ദ്രവ്യാഗ്രഹത്തിൻ്റെ അടിമത്വത്തിൽപ്പെട്ടവരാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏക ചിന്ത പണമുണ്ടാക്കുക, പണമുണ്ടാക്കുക, പണമുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. വാരിക്കൂട്ടുന്നതല്ലാതെ അവരൊന്നും ചിലവഴിക്കുന്നില്ല. നല്ല ഭക്ഷണം പോലും അവർ കഴിക്കുന്നില്ല. പണമുണ്ടാക്കുക, അതിന് ഏത് നീചമാർഗവും അവർ സ്വീകരിക്കും. ആരെയും വേദനിപ്പിക്കും. ആരുടെ ജീവിതം നശിപ്പിച്ചിട്ടായാലും പണമുണ്ടാക്കണം. അതിനുവേണ്ടി നീതികെട്ട മാർഗങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ ഒരടിമത്വമാണത്. പ്രിയപ്പെട്ടവരെ, കൊള്ളപ്പലിശ വാങ്ങുകയും അതുപോലെ തന്നെ മനുഷ്യരെ നശിപ്പിക്കുന്ന മറ്റ് പ്രവണതകൾ, മയക്കുമരുന്നിൻ്റെ വ്യാപാരം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, മദ്യവ്യാപാരം ചെയ്യുന്ന ആളുകൾ, അതിൽ നിന്ന് ലാഭമുണ്ടാക്കുവാൻ അവർ ആഗ്രഹിക്കുമ്പോൾ നിശ്ചയമായിട്ടും അവർ ദ്രവ്യാഗ്രഹത്തിൻ്റെ അടിമത്വത്തിലാണ്. ഒരുപക്ഷെ മനുഷ്യനെ ബാധിക്കുന്ന അടിമത്വങ്ങളിൽ ഏറ്റവും എളുപ്പം ബാധിക്കാവുന്നതും ഏറ്റവും നാശം പകരുന്നതുമായ ഒരടിമത്വമാണത്. ഈ പണത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവർക്ക് വേറെ ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. പണത്തിന് അടിമപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ച് വേറെ ബന്ധങ്ങളൊന്നും അയാൾക്ക് പ്രധാനപ്പെട്ടതല്ല. ഭാര്യ ആയാലും ശരി, മക്കളായാലും ശരി, അപ്പനായാലും ശരി, അമ്മയായാലും ശരി, കൂടപ്പിറപ്പുകളായാലും ശരി, അവരോടുള്ള ബന്ധമൊന്നും ഈ മനുഷ്യന് പിന്നെ പ്രസക്തമല്ല. പണം അതാണ് അയാളുടെ ആരാധനാമൂർത്തി. പണം അത് മാത്രമാണ് അയാളുടെ ചിന്ത. പണം അതിൽ മാത്രമാണ് അയാളുടെ മനസ്സുറച്ചിട്ടുള്ളത്. വലിയൊരു അടിമത്വമാണ്. ഇതിൽ നിന്ന് ഒരാൾക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ ദൈവാത്മാവ് മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകണം. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർക്ക് ദ്രവ്യാഗ്രഹികളാകാൻ കഴിയില്ല, മനസാക്ഷിയില്ലാതെ പെരുമാറാൻ കഴിയില്ല, ആരെയും പണത്തിൻ്റെ പേരിൽ മുറിവേൽപ്പിക്കാനും കഴിയില്ല. ദൈവാത്മാവ് ഉള്ളിലില്ലാത്തത് കൊണ്ടാണ് ചെറിയ പണത്തിന് വേണ്ടിയോ വായ്പ കൊടുത്ത് തിരിച്ചു കിട്ടാൻ വേണ്ടിയോ വളരെ കഠിനമായ മാർഗങ്ങൾ സ്വീകരിച്ച് കൊലപാതകത്തിലേക്ക് വരെ സാഹചര്യങ്ങൾ എത്തിപ്പെടുന്നത്. ദൈവാത്മാവിൻ്റെ പരിപാലനമുള്ളവർ സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നാണ് ഇപ്പോൾ ദൈവവചനം കേൾപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ അടിമത്വം ഒന്നും കൂടാതെ പൈശാചികൻ്റെ അടിമത്വത്തിൽ പലരും പെട്ടുകിടക്കുന്നുണ്ട്. പൈശാചികൻ്റെ അടിമത്വത്തിലെന്ന് പറയുമ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ, ദൈവത്തെ വെല്ലുവിളിക്കുന്ന അവസ്ഥ, ദൈവമില്ലെന്നൊക്കെ പറയുന്ന അവസ്ഥ, ദൈവത്തെക്കുറിച്ച് ദുഷിച്ച് സംസാരിക്കുന്ന അവസ്ഥ, അങ്ങനെ സംസാരിക്കുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടുന്ന അവസ്ഥ, ഇതൊക്കെ
പൈശാചികൻ്റെ അടിമത്വത്തിൽ കിടക്കുന്ന ആളുകളിൽ മാത്രം കാണുന്ന പ്രവണതയാണ്. ഏദൻ തോട്ടത്തിൽ ആദമിനും ഹവ്വയ്ക്കും അന്ന് വരെ ഇല്ലാതിരുന്നൊരു പ്രവണത അന്നുണ്ടായി. എന്ന് പാമ്പുമായി സംഭാഷിച്ച അന്ന് ദൈവത്തെ സംശയിച്ചു, ദൈവത്തെ അവിശ്വസിച്ചു. ദൈവത്തെ സംശയിക്കുകയും അവിശ്വസിക്കുകയും ചെയ്തിടത്ത് അവരൊരു പരീക്ഷണം നടത്താൻ തയ്യാറായി. ദൈവം പറഞ്ഞത് വിലക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ കനി തിന്നാൽ മരിക്കുമെന്നാണ്. പാമ്പ് പറഞ്ഞത് മരിക്കില്ല, ജീവിക്കുമെന്നാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവരൊരു പരീക്ഷണത്തിന് മുതിരുകയാണ്. ഒരടിമത്വത്തിൽപ്പെട്ടതിൻ്റെ അടയാളമാണ് ഈ പരീക്ഷ. ദൈവത്തെ പരീക്ഷിക്കുകയാണ്, ദൈവത്തെ സംശയിക്കുകയാണ്, ദൈവത്തെ ചോദ്യം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള സംശയങ്ങളും ചോദ്യം ചെയ്യലുകളും ഉണ്ടാകുന്നത് പൈശാചിക അടിമത്വത്തിൽപ്പെടുമ്പോഴാണ്. നമ്മുടെ യുവതലമുറയിൽ അനേകം കുഞ്ഞുങ്ങൾ, ആൺകുഞ്ഞുങ്ങളും അതെ പെൺകുഞ്ഞുങ്ങളും അതെ, ഇതുപോലെ പൈശാചികൻ്റെ അടിമത്വത്തിൽപ്പെട്ടിട്ട് ഈ നാളുകളിൽ ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരും ദൈവത്തെ സംശയിക്കുന്നവരും ദൈവത്തെ വെല്ലുവിളിക്കുന്നവരും ദൈവമില്ലെന്നൊക്കെ പറയുന്നത് ജീവിതത്തിലൊരു ഹരമായി കാണുന്നവരുമായി തീർന്നിട്ടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അതൊരു തരം അടിമത്വത്തിൻ്റെ അടയാളമാണെന്ന് ദൈവമക്കൾ തിരിച്ചറിയണം. ഓർക്കുക, ഈ അടിമത്വത്തിൽ നിന്നവർ മോചനം പ്രാപിക്കണമെങ്കിൽ ദൈവാത്മാവ് അവരുടെ ഉള്ളത്തിൽ വരണം. അവരെ ശാസിച്ചിട്ടോ ശപിച്ചിട്ടോ പുറത്താക്കിയിട്ടോ നിന്ദിച്ചിട്ടോ അവരെ ആക്ഷേപിച്ചിട്ടോ അവരെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ആദ്യം പറഞ്ഞില്ലേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ പേരെഴുതി ദൈവസന്നിധിയിൽ വെച്ച് നിറകണ്ണോടെ പ്രാർത്ഥിക്കുക. അവരുടെ പേര് പ്രാർത്ഥിക്കുന്ന അനേകർക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് സമർപ്പിച്ചു കൊടുക്കുക. അനേകരുടെ പ്രാർത്ഥന അവരുടെ ഉള്ളത്തിൽ വലിയ പരിവർത്തനങ്ങൾ വരുത്തും പ്രിയപ്പെട്ടവരെ. ചില ആളുകളൊക്കെ അങ്ങനെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ദൈവനിഷേധികളായി നടന്നിടത്തു നിന്ന് ദൈവം സ്നേഹമാണെന്നും ദൈവം ഉണ്ടെന്നും ദൈവം പ്രവർത്തിക്കുന്നവനാണെന്നും രുചിച്ചറിയുവാനിട വന്നിട്ടുണ്ട്. ദൈവാത്മാവ് ഇടപെട്ട് അവരുടെ ജീവിതത്തിൽ തക്ക മാറ്റങ്ങൾ വരുത്തിയതുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ വിലയറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ സ്വാതന്ത്ര്യം ദൈവാത്മാവിനാൽ നമുക്ക് ലഭിക്കുന്നതാണ്. ആ സ്വാതന്ത്ര്യം സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ദൈവകരുണയുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ദൈവം ഒരുക്കി തന്ന മരണത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം നരകത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം മരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം സ്വർഗം സ്വന്തമാക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ദൈവസ്നേഹത്തിൽ നിറയുവാനുള്ള സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യമാണ് ദൈവാത്മാവിൽ നിന്ന് ദൈവമക്കൾ പ്രാപിക്കേണ്ടത്. അതിലേക്കാണ് നമ്മുടെ മനസ്സ് ഏകാഗ്രതപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ഇന്ന് ഈ ധ്യാനചിന്ത കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഏതെങ്കിലുമൊക്കെ ബന്ധനത്തിൽപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ, അടിമത്വത്തിൽപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ, ആ ബന്ധനങ്ങളെല്ലാം നീങ്ങുവാൻ ദൈവാത്മാവിൻ്റെ സഹായം വേണം. എന്നിൽ ദൈവാത്മാവുണ്ടെങ്കിൽ ഞാൻ അടിമയല്ല. എന്നെ നയിക്കുന്നത് ദൈവാത്മാവാണെങ്കിൽ ഞാൻ അടിമയല്ല. ഞാൻ ഏതിൻ്റെയെങ്കിലും എന്തിൻ്റെയെങ്കിലും ആരുടെയെങ്കിലും അടിമയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവില്ല, എന്നെ നയിക്കുന്നത് ദൈവാത്മാവല്ല എന്ന് വരും. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ, നമ്മൾ ദൈവാത്മാവിനെ എത്രത്തോളം ആഗ്രഹിക്കണമെന്ന് ബോധ്യപ്പെടുവാൻ, ദൈവാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ, നമുക്ക് വിശുദ്ധ മാമോദീസയുടെ ലഭിച്ച ദൈവാത്മാവ് നമ്മളിൽ ഞെരുക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ പാപത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കുവാൻ ദൈവാത്മാവിനെ ജ്വലിപ്പിക്കേണ്ടതിന് ഉള്ളുരുകി അനുദപിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ ദിവസം ഈ ധ്യാനം, ഈ വചന കേൾവി മുഖാന്തിരമാകട്ടെ. ഇന്നത്തെ കേട്ടത് മുഖാന്തിരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ വെളിച്ചവും വലിയ സ്വാതന്ത്ര്യവും അനുഭവിപ്പാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഭാഗ്യകരമായ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ച് ചാരത്ത് ചേർത്തിരുത്തി അവിടുന്ന് ഞങ്ങളോട് വളരെ മധുരമായി ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ. ദൈവാത്മാവ് ഉള്ളിലുള്ളവരൊക്കെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണെന്ന്, സ്വാതന്ത്ര്യം അനുഭവിക്കാതെ അടിമത്വത്തിൽ കിടക്കുന്നവരൊക്കെ ദൈവാത്മാവിൻ്റെ പരിപാലനമില്ലാത്തവരാണെന്ന് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ സ്പർശിച്ച് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഈ കേട്ട ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വച്ച് ഞങ്ങളുടെ ജീവിതത്തെ ആഴത്തിൽ പരിശോധിച്ച് ദൈവമേ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തി സ്വാതന്ത്ര്യത്തിൻ്റെ പരമാനന്ദം അനുഭവിപ്പാൻ ദൈവമേ, നിൻ്റെ പ്രിയ മക്കളെന്ന നിലയിൽ ഞങ്ങൾ പൂർണ്ണ സ്വതന്ത്രരായി ജീവിപ്പാൻ കൃപയാൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
വളരെ വിനയത്തോടെ താഴ്ത്തി ഞങ്ങളെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.